സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തേക്ക് ഫ്രീ എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഓരോ 100 പേര് ജോയിൻ ചെയ്യുമ്പോഴും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരാ മാസത്തേക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതേ ഗ്രൂപ്പിൽ ലിങ്കുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഒരാഴ്ച ഫ്രീ ആയിട്ട് ട്രയൽ നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇനി മുതൽ നമ്മൾ ആഴ്ചയിൽ 5 ട്രേഡിംഗ് ഡേയ്സ് ആണുള്ളത്. അതിൽ 4 ദിവസവും ഇനി എക്സ്പയറി ഡേയ്സ് ആയിട്ട് മാറാൻ പോവുകയാണ്. 4 ദിവസത്തിൽ വ്യത്യസ്തങ്ങളായ 4 ഇൻഡെക്സുകൾ ഇനി എക്സ്പയറി ഡേ ആയിരിക്കും. തീർച്ചയായിട്ടും അത് ഓരോ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. കൂടുതൽ പേർക്കും അതൊരു അവസരമായിട്ട് കണക്കാക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം എക്സ്പയറി ഡേയിൽ ഓപ്ഷൻ ബയേഴ്സിന് കുറഞ്ഞ പൈസയിൽ ഓപ്ഷൻസ് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാനും അവരുടെ ഭാഗ്യം പരീക്ഷിക്കാനും, അതൊരു ട്രേഡിംഗ് മെത്തേഡാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഭാഗ്യം പരീക്ഷിക്കാൻ അവസരം ലഭിക്കാറുണ്ട്. പലപ്പോഴും അത് ചീറ്റിപ്പോവും, പക്ഷേ പലപ്പോഴും വളരെ ഹൈ പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ഒരു 100% അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബിൾ ചെയ്യുന്ന രീതിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കാണാറുണ്ട് എക്സ്പയറി ഡേയിൽ. സോ ഒരാഴ്ചയിൽ 4 ദിവസവും എക്സ്പയറി. ഇനി ഇൻ കേസ് ഒരു ദിവസം മാർക്കറ്റ് ഹോളിഡേ വന്നു കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ എല്ലാ ദിവസവും എക്സ്പയറി ഡേ, എല്ലാ ദിവസവും വളരെ ചീപ്പായ പ്രൈസിന് ഓപ്ഷൻസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ട്രേഡിങ് വ്യത്യസ്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സിലേക്ക് തന്നെ പോകാം. നിഫ്റ്റി 50യിൽ നമുക്ക് 50 സ്റ്റോക്കുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 50 കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഡെക്സാണ് നിഫ്റ്റി 50. അതിൽ കഴിഞ്ഞ വർഷമൊക്കെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 75 ആയിരുന്നു. പിന്നീട് കഴിഞ്ഞ 2022 അത് 50 ആയിട്ട് കുറക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി 50 ആണ്. അതിന് എക്സ്പയറി ഡേ വരുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധയോടുകൂടിയാണ് ട്രേഡ് ചെയ്യാറുള്ളത്. അത് NSEയുടെ കീഴിൽ വരുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അതും NSEയുടെ കീഴിൽ വരുന്നതാണ്. അത് ഇപ്പോൾ അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ്. ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ 25 ആണ്. പക്ഷേ ജൂലൈ കോൺട്രാക്റ്റ് മുതൽ ജൂലൈ മാസം മുതൽ തുടങ്ങുന്ന എല്ലാ കോൺട്രാക്റ്റുകളും ക്വാണ്ടിറ്റി 15 ആക്കി കുറക്കും എന്ന് NSEയുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെല്ലാവരും കണ്ടതാണ്. സോ ഇനി മുതൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 15 ക്വാണ്ടിറ്റി ആയിരിക്കും ഒരു ലോട്ട് എന്ന് പറയുന്നത്. 12 ബാങ്കുകളുടെ ഒരു ഇൻഡെക്സാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. സോ 12 ബാങ്കുകളോ അതിൻ്റെ മൂവ്മെൻറ്റും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എളുപ്പം സാധിക്കും. ഇപ്പോൾ ക്വാണ്ടിറ്റി കുറയുന്നത് കൊണ്ട് തന്നെ ഒരു ലോട്ടിന് അധികം കാശ് കൊടുക്കാതെ ആൾക്കാർക്ക് അത് വാങ്ങിക്കാനും സാധിക്കും. സോ അതിൻ്റെ എക്സ്പയറി വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ചയിലേക്ക് നമുക്ക് 2 ഇൻഡെക്സുകൾ എക്സ്പയറി ഉണ്ട്. അപ്പോൾ ഒരു മേജർ എക്സ്പയറി ഡേ എന്ന് പറയുന്നത് വ്യാഴാഴ്ച തന്നെയാണ്. ഇനി NSEയിലെ തന്നെ മറ്റൊരു ഇൻഡെക്സാണ് മുൻകാലത്ത് വ്യാഴാഴ്ച എക്സ്പയറി ഉണ്ടായിരുന്ന ഫിൻനിഫ്റ്റി എന്ന് പറയുന്നത്. വ്യാഴാഴ്ച എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡേഴ്സിൻ്റെ സാന്നിധ്യം, വിൽപ്പനയും വാങ്ങലും വിൽക്കലും നടക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ കോമൺ ആയിട്ട് ലിക്വിഡിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആരും തന്നെ വാങ്ങാനോ വിൽക്കാനോ പോകാറില്ല. ആർക്കും തന്നെ കൃത്യമായിട്ട് അത് അറിയേയില്ല. വ്യാഴാഴ്ച എക്സ്പയറിയിൽ ആ സൈഡിലൂടെ അതങ്ങനെ എക്സ്പയറായി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് NSE തീരുമാനിച്ചത് അതിൻ്റെ എക്സ്പയറി ഡേ മാറ്റുകയാണെങ്കിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ അവർ അതിൻ്റെ എക്സ്പയറി ഡേ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതോടുകൂടി ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ പവർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സാണ് ഫിൻനിഫ്റ്റി എന്നെല്ലാവരും മനസ്സിലാക്കുകയും അതിൽ ഒരുപാട് ട്രേഡേഴ്സ് നല്ല സ്മൂത്തായിട്ട് ഏത് സമയത്തും ഓർഡർ എക്സിക്യൂഷൻ നടക്കുന്ന രീതിയിലേക്ക് ലിക്വിഡിറ്റി അതിനകത്ത് വരികയും ചെയ്തു. അപ്പോൾ 3 ഇൻഡെക്സുകൾ 2 എക്സ്പയറി ഡേ. ഫിൻനിഫ്റ്റിക്ക് ചൊവ്വാഴ്ചയാണ് എക്സ്പയറി ഡേ. അതുപോലെ ഫിൻനിഫ്റ്റിയിൽ 40 അതിൻ്റെ ക്വാണ്ടിറ്റി. അതും വലിയൊരു കുഴപ്പമുള്ള കേസൊന്നും 40. അതായത് ഇൻഷുറൻസ് മുതൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളും ബാങ്കുകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ കൂടി ഒരു 20 കമ്പനികളുടെ ഒരു ഇൻഡെക്സാണ് ഫിൻനിഫ്റ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ 3 ഇൻഡെക്സുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി, അതേപോലെ നിഫ്റ്റി 50. ഈ 3 ആയി കഴിയുമ്പോൾ തന്നെ
2 ദിവസത്തെ എക്സ്പയറി ഡേ അങ്ങ് പോയി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇനിയും 2 എക്സ്പയറി ഡേയ്സ് വരുന്നുണ്ടല്ലേ, അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെയും BSEയിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആരും തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം BSEയിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരാളും തന്നെ അതിനകത്ത് ട്രേഡ് ചെയ്യാറില്ല. ലിക്വിഡിറ്റി തീരെയും ഇല്ലാത്ത ഒരവസ്ഥയാണ് BSE ഓപ്ഷൻസിലും ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് 10 ബാങ്കുകളുടെ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് ബാങ്ക് എക്സ് എന്ന ഒരു ഇൻഡെക്സ് നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ BSEയിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് പഴയ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 48,472 ട്രേഡ് നടക്കുന്ന ബാങ്ക് എക്സ് ഈ വരുന്ന മെയ് 15 മുതൽ ഒരു പുതിയ ഉണർവ് നേടുകയാണ്. കാരണം അതിൻ്റെ എക്സ്പയറി ഡേ ഇനി മുതൽ ഇപ്പോൾ അത് വ്യാഴാഴ്ചയാണ് എക്സ്പയറി ഡേ, ഇനി മുതൽ അത് വെള്ളിയാഴ്ചയായിരിക്കും. വെള്ളിയാഴ്ച എക്സ്പയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ച എക്സ്പയറി കഴിഞ്ഞപ്പം വെള്ളിയാഴ്ച അടുത്ത ഒരു ദിവസം കിട്ടും എല്ലാ ട്രേഡേഴ്സും. എക്സ്പയറി ഡേ എന്ന് പറയുമ്പോൾ സെല്ലേഴ്സിനാണെങ്കിൽ അന്ന് മെൽറ്റിങ്ങിൽ നല്ല കാശ് കിട്ടുന്ന ദിവസമാണ് തീറ്റ DKയിൽ. ബയേഴ്സിനാണെങ്കിൽ ചെറിയ കാശിന് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ എക്സ്പയറി ഡേ പ്രിഫർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ബാങ്ക് എക്സ് എന്ന 10 സ്റ്റോക്കുകളുടെ ഇൻഡെക്സായ BSEയിലെ 10 സ്റ്റോക്കുകളുടെ ഇൻഡെക്സായ ബാങ്ക് എക്സ് എന്ന ഒരു ഇൻഡെക്സിൽ ഇനി മുതൽ നമുക്ക് ഫ്രൈഡേ എക്സ്പയറി കിട്ടും. ബാങ്ക് എക്സിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 20 ഇനി മുതൽ അത് മെയ് 15 മുതൽ 15 കുറയും. അതേപോലെ ഇപ്പോൾ അതിൻ്റെ എക്സ്പയറി തേഴ്സ്ഡേ ആണ്, അത് ഇനി ഫ്രൈഡേ ആയിട്ട് മാറും. ഇതാണ് ബാങ്ക് എക്സ്. 10 ബാങ്കുകളാണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 12 ബാങ്കുകളാണ്, പക്ഷേ ബാങ്ക് എക്സിൽ 10 ബാങ്കുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ക്ലോസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 10 സ്റ്റോക്കുകളൊക്കെ എടുത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി ലോട്ട് സൈസ് വളരെ കുറവാണ്. അപ്പോൾ വെള്ളിയാഴ്ച എക്സ്പയറിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് പകരം ബാങ്ക് നിഫ്റ്റി തേഴ്സ്ഡേ എക്സ്പയറി, ബാങ്ക് എക്സ് വെള്ളിയാഴ്ച എക്സ്പയറി. അടിപൊളി. ഇനി അതേപോലെ തന്നെ നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് നമുക്ക് NSEയുടെ കീഴിലുണ്ട്. അപ്പോൾ അതിന് പാരലായിട്ട് പോകുന്നതാണ് BSE സെൻസെക്സിൽ 30 സ്റ്റോക്കുകളാണുള്ളത്. നിഫ്റ്റിയിലാണെങ്കിൽ 50 സ്റ്റോക്കുകളാണ്. സെൻസെക്സ് ഓൾറെഡി നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ ഓൾറെഡി ഈ മാസം മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു അത്. അപ്പോൾ നിഫ്റ്റി 50 ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ സെൻസെക്സിൽ 30 ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻസെക്സ് 30 എന്ന പേരിലാണ് ഈ ഒരു ഇൻഡെക്സ് ഇനി അറിയാൻ പോകുന്നത്. സെൻസെക്സ് 30 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയാറില്ലല്ലോ, അതുപോലെ സെൻസെക്സ് എന്ന് തന്നെയായിരിക്കും ഇനി അതിൻ്റെ പേര് അറിയാൻ പറ്റും. അപ്പോൾ സെൻസെക്സ് വെള്ളിയാഴ്ച എക്സ്പയറി, ബാങ്ക് എക്സ് വെള്ളിയാഴ്ച എക്സ്പയറി, ദെൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും വ്യാഴാഴ്ച എക്സ്പയറി, നിഫ്റ്റി അതേപോലെ ചൊവ്വാഴ്ച എക്സ്പയറി. അപ്പോൾ 3 എക്സ്പയറി ഡേ ഇപ്പോൾ ഓൾറെഡി ഫിൽഡായി. അപ്പോൾ നിങ്ങൾക്ക് ഈ സർക്കുലറൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് കാണുന്ന ഡേറ്റും അതേപോലെ ഈ നമ്പറും വെച്ചിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടും കിട്ടും. BSEയുടെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. ഞാനും അതിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. സോ ബാങ്ക് എക്സ് നമുക്ക് മെയ് 15 മുതൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്ക് ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് നോർമലി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിനകത്ത് BSE ഓപ്ഷൻസ് ഡിസേബിൾഡ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് ഒന്ന് പർപ്പസിൽ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എനേബിൾ ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഞാനും അത് എനേബിൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാൻ സെറോദയുടെ ഒരു അക്കൗണ്ടിൽ നേരെ പോയിട്ട് മൈ പ്രൊഫൈൽ സെറ്റിംഗ് എന്നതിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസോളിൽ പോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഓപ്ഷനായ കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് ഓപ്പണായി വരും. അതിനകത്ത് നിങ്ങളുടെ പേരും നമ്പറും കാണിക്കുന്ന ഭാഗത്ത് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് മൈ അക്കൗണ്ട് കിട്ടും. മൈ അക്കൗണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് വരികയാണെങ്കിൽ സെഗ്മെൻറ്റ്സ് എന്നൊരു സംഭവം കാണാം. സെഗ്മെൻറ്റ്സിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ സംഭവം ഇപ്പോൾ NSEയിലുള്ള ഇക്വിറ്റി, BSE ഇക്വിറ്റിയും NSE ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും ആണ് എനിക്കിതിനകത്ത് ഈ ഒരു അക്കൗണ്ടിൽ എനേബിൾഡ് ആയിട്ടുള്ളത്. സോ ബാങ്ക് എക്സും സെൻസെക്സും ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് BSE ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം റേഞ്ച് ചോദിക്കും. ഇൻകം റേഞ്ച് സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട്
അണ്ടർസ്റ്റാൻഡ് ദ ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ്, അതിൻ്റെ റിസ്ക് അക്നോളജ് ചെയ്യുന്നത്, ഇത്രയും റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂ, ഇവിടെ അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് OTP റിസീവ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളത്, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിൽ മൊബൈലിൽ OTP വരാത്തവരൊക്കെ ആണെങ്കിൽ ഇമെയിൽ കൊടുക്കാം, അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാം. ഞാനിവിടെ മൊബൈലാണ് കൊടുക്കുന്നത്, ഞാൻ മെയിൽ കൊടുത്തിട്ടില്ല. സോ ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ SMS വെരിഫിക്കേഷനാണ് എന്നോട് ചോദിക്കുന്നത്. SMS എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ SMS വെരിഫിക്കേഷൻ വെരിഫൈ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ മെസ്സേജ് വന്നതുണ്ടോ, യുവർ സെഗ്മെൻറ്റ് മോഡിഫിക്കേഷൻ റിക്വസ്റ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ്. അതൊരു 48 hours കൊണ്ട് അവർ അത് ആക്ടിവേറ്റ് ചെയ്ത് തരും. ഇനി അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് മെയിൻ അവിടെ ഉള്ളൊരു ഇഷ്യൂ എന്താണ്, ഇത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇൻകം സോഴ്സ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻകം സോഴ്സ് അതിൻ്റെ ആ ഒരു റേഞ്ച് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. ബാക്കി ഓൾറെഡി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ 6 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൂടെ അപ്ലോഡ് ചെയ്തിട്ട് ഇത് രണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്കവിടെ എൻ്റെ ഹോൾഡിങ്സിലുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടി ഒരു ടിക്ക് മാർക്ക് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗപ്പെടുത്തി എന്നേ ഉള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ BSC ആക്ടിവേഷന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BSCയുടെ ബാങ്ക് എക്സ് അതുപോലെ സെൻസെക്സ് 30 ഇത് രണ്ടും നമ്മൾ മെയ് 15 ശേഷം അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യഘട്ടത്തിൽ ഒന്ന് നിരീക്ഷിക്കാം, അതിനുശേഷം നമുക്ക് പിന്നീട് ട്രേഡ് എടുത്ത് നോക്കാം. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും നമുക്ക് 3, 2, 5 ഇൻഡെക്സ് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്യാം. സ്റ്റോക്കുകൾ ഉള്ളതുപോലെ തന്നെ അത്യാവശ്യം വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് ട്രേഡ് ചെയ്യാനായി. ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ 2 ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് ഫിൻനിഫ്റ്റി വന്നപ്പോൾ 3 ഇപ്പോൾ ബാങ്ക് എക്സ് സെൻസെക്സ് ഇത് രണ്ടും കൂടി 5 ഇനി ആണ്. ഇപ്പം ഇതുവരെയും എക്സ്പയറി ഡേറ്റ് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഫിൻനിഫ്റ്റി ആണ്, വ്യാഴാഴ്ച നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആണ്, വെള്ളിയാഴ്ച ബാങ്ക് എക്സും സെൻസെക്സും ആണ്. സോ 3 ഡേയ്സേ ആയിട്ടുള്ളൂ. ഞാൻ ശരിക്കും 4 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവിടെയാണ് നമ്മൾ മറ്റൊരു ആരും ശ്രദ്ധിക്കപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന ഒരു ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ട്, ഒരു ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റി മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്ന് MIDCPNIFTY ഇതടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഡേറ്റ് അവർ മാറ്റുകയാണ്. ഇത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അത്യാവശ്യം ഡേറ്റ് ആയിട്ടുണ്ട്. മാർച്ച് 24 വന്നത്. ഈ ഏപ്രിൽ 25 മുതൽ ശേഷമുള്ള ഡേറ്റിന് ഇതിൻ്റെ എക്സ്പയറി വരുന്നത് ബുധനാഴ്ചയാണ്. അതായത് ചൊവ്വാഴ്ച ഫിൻനിഫ്റ്റി, ബുധനാഴ്ച നിഫ്റ്റി മിഡ് ക്യാപ്പ്, വ്യാഴാഴ്ച നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും, വെള്ളിയാഴ്ച ബാങ്ക് എക്സും സെൻസെക്സും. അപ്പോൾ 4 ദിവസവും ഇനി അങ്ങോട്ട് എക്സ്പയറി ആണ്. സോ അടിപൊളിയായിരിക്കുക. ഇനിയിപ്പോൾ ഈ മിഡ് ക്യാപ്പിനകത്ത് ലിക്വിഡിറ്റി വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു തുടക്കമാണ്, തുടങ്ങി ഇനി ആയി വരണം. അപ്പം ഏപ്രിൽ 25 ശേഷമാണ് ഇത് ഡേറ്റ് മാറിയിട്ടാണ്, നമ്മളാരും തന്നെ അറിഞ്ഞത് പോലുമില്ല സത്യത്തിൽ. ഇത് കൊടുത്തിട്ടുണ്ട് മെയ് 3 ശേഷമാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ മെയ് 3 ശേഷം ഏപ്രിൽ 25 ശേഷം മെയ് 3 കൂടിയാണ് ഇത് ആക്ടിവേഷൻ ആവുന്നത്. ഇന്ന് മെയ് 6 ഓൾറെഡി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് ഈ പുതിയ ഇൻഡെക്സിൻ്റെ എക്സ്പയറി കൂടി പരിഗണിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ലെവൽസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമ്മളുടെ ഗ്രൂപ്പിൽ ട്രേഡിങ് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകും. കാരണം സെൻസെക്സ്, ബാങ്ക് എക്സ്, ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി, ഫിൻനിഫ്റ്റി, അതേപോലെ നിഫ്റ്റി മിഡ് ക്യാപ്പ്, ഇത്രയും ഇൻഡെക്സുകൾ, ഏകദേശം 6ഓളം ഇൻഡെക്സുകളാണ് ഇനി നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. എന്തായാലും മിഡ് ക്യാപ്പ് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള സെൻസെക്സും ബാങ്ക് എക്സും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ ട്രേഡിങ്ങിനുള്ള സാധ്യതകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി മുതൽ ആഴ്ചയിൽ 4 ദിവസം എക്സ്പയറി ആയിട്ട് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ BSC ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് ചെയ്യുമ്പം ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആദ്യമായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ITR ഫയൽ ചെയ്ത പേപ്പേഴ്സ് അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓൾറൈറ്റ്, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.